കേരളത്തിൽ നുഴഞ്ഞുകയറിയതിന് പിടിയിലായ ബംഗ്ലാദേശി സ്വദേശികളുടെ കൂടെ താമസിച്ചിരുന്നവർ ഒളിവിൽ. ബംഗാളികൾ എന്ന വ്യാജേനയാണ് ബംഗ്ലാദേശി സ്വദേശികൾ ഇവർക്കൊപ്പം തങ്ങിയിരുന്നത്. ബംഗ്ലാദേശി കലാപകാരികൾ സംസ്ഥാനത്ത് നുഴഞ്ഞുകയറിയെന്ന സൂചനയിൽ പോലീസും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും വ്യാപക പരിശോധനകൾ ശക്തമാക്കിയതോടെയാണ് പെരുമ്പാവൂർ, ആലുവ മേഖലകൾ സുരക്ഷിത താവളമാക്കിയ ബംഗ്ലാദേശികളിൽ പലരും മടങ്ങിയത്. നുഴഞ്ഞുകയറിയ ബംഗ്ലാദേശികളെ കണ്ടെത്താനുള്ള പരിശോധനകൾ ശക്തമാക്കിയതോടെയാണ് വ്യാജരേഖകളിൽ തങ്ങിയിരുന്ന ബംഗ്ലാദേശികൾ മുങ്ങിയത്. ഏറ്റവും ഒടുവിൽ അങ്കമാലിയിലും ഒരു ബംഗ്ലാദേശുകാരൻ പിടിയിലായിരുന്നു. ദിൽവാർ ഹുസൈൻ എന്ന 28-കാരനായിരുന്നു പിടിയിലായത്. കഴിഞ്ഞ ദിവസം പിടിയിലായ ബംഗ്ലാദേശി യുവതി തസ്ലീമയിൽ നിന്ന് ലഭിച്ച സൂചനകളിലായിരുന്നു കൂടുതൽ പരിശോധന. 20ഓളം ബംഗ്ലാദേശികൾ എറണാകുളം റൂറലിൽ തങ്ങുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. എന്നാൽ 100-ലധികം പേർ പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ മേഖലകളിൽ ഉള്ളതായാണ് സംശയം. 2 പേർ പിടിയിലാവുകയും പരിശോധനകൾ ഊർജിതമാവുകയും ചെയ്തതോടെയാണ് പലരും ഒളിവിലായത്. ബംഗ്ലാദേശിൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് മുങ്ങിയവരിൽ അധികവുമെന്നാണ് വിവരം. തങ്ങൾക്കൊപ്പം ബംഗാൾ, ഒറീസ സ്വദേശികളെന്ന് പരിചയപ്പെടുത്തിയ ചിലരെ 2 ദിവസമായി കാണുന്നില്ലെന്ന് വിവിധ ഭാഷാ തൊഴിലാളികളിൽ ചിലർ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനിടെ നുഴഞ്ഞുകയറിയെത്തിയ ബംഗ്ലാദേശി കലാപകാരികളും തങ്ങുന്നുണ്ടെന്ന സംശയത്തിൽ IBയും മറ്റ് കേന്ദ്ര അന്വേഷണ വിഭാഗങ്ങളും എറണാകുളം ജില്ലയുടെ റൂറൽ മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇസ്ലാമിക് ഛാത്ര ശിബിർ കലാപകാരികൾ ഇന്ത്യയിൽ പലയിടത്തും കടന്നുകയറിയതായാണ് വിവരം. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.